പ്രതിസന്ധികളില്ലാത്ത ജീവിതമാണ് എല്ലാ മനുഷ്യരും എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ ആർക്കും അങ്ങനെയൊരു ജീവിതം ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. കാർമേഘത്തിനും പുറകിലുള്ള സൂര്യപ്രകാശം പോലെ ഓരോ പ്രതിസന്ധിക്കും അപ്പുറത്ത് അതിശയകരമായൊരു പ്രകാശരശ്മി ഒളിച്ചിരിപ്പുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധികളോട് നമ്മൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. രക്ഷയുടെ സന്തോഷത്തിൽ നിന്നാണ് യഥാർത്ഥ ആരാധന ജനിക്കുന്നത്. രക്ഷ ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണെങ്കിലും അതിനുവേണ്ടി ദൈവം നൽകിയ വില തിരിച്ചറിയുന്ന ഒരു വിശ്വാസിക്ക് അവിടുത്തെ സ്തുതിക്കാതെയും ആരാധിക്കാതെയും ഇരിക്കുവാൻ കഴിയുകയില്ല. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 22 വരെയുള്ള വാക്യം. വളരെ നാൾ കൊതിച്ച് കാത്തിരുന്ന് കിട്ടിയ ചിലതൊക്കെ പിന്നീട് വേദനയായി മാറിയ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉദാഹരണത്തിന്, വളരെ ആഗ്രഹിച്ച് നിങ്ങൾക്കൊരു കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുന്നു. പഠനം പൂർത്തിയാക്കിയാൽ ഉടനെ ജോലിയിൽ പ്രവേശിക്കണം എന്നാഗ്രഹിച്ച് ഉത്സാഹത്തോടെ പഠനം ആരംഭിക്കുന്നു. എന്നാൽ കോളേജിൽ ചെന്നപ്പോൾ അവിടുത്തെ അന്തരീക്ഷം വളരെ ദുസ്സഹമായി മാറുന്നു. വേറൊന്ന്, വിവാഹം കഴിഞ്ഞ് അനേക വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ കുഞ്ഞിന് അംഗവൈകല്യമുള്ളതാണ് എന്ന് അറിഞ്ഞപ്പോഴുണ്ടായ മാനസിക തകർച്ച. നാളുകൾ പരിശ്രമിച്ച് ലഭിച്ച ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ നടക്കുന്ന അഴിമതി നിങ്ങളെ നടുക്കുന്ന അവസ്ഥ. അങ്ങനെ മനം മടുപ്പിക്കുന്ന അനേകം അനുഭവങ്ങൾ. ഇത്തരം സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലർ തങ്ങളുടേതായ വിധത്തിൽ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ശ്രമിക്കും. പലരും മനസ്സ് മടുത്ത് വിഷാദരോഗത്തിന് അടിമകളാകും, ഡിപ്രഷനിൽ പോകും. എന്നാൽ ഒരു പ്രശ്നത്തെ നേരിടുവാൻ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. തലമുറകളായി അടിമകളായിരുന്ന ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ അത്ഭുത വിടുതൽ അനുഭവിച്ച് ഈജിപ്റ്റ് വിട്ടുപോന്നു. അവർ ആദ്യം നേരിട്ടത് ഒരു മനുഷ്യനെ കൊണ്ടും പരിഹരിക്കുവാൻ കഴിയാത്ത ചെങ്കടൽ എന്ന വൈതരണിയാണ്. എന്നാൽ ദൈവം അവരെ അത്ഭുതകരമായി ചെങ്കടലിനക്കരെ എത്തിച്ചു. അവരുടെ ശത്രു എന്നേക്കുമായി ചെങ്കടലിൽ മുങ്ങി നശിച്ചുപോയി. വാദ്യമേളങ്ങളോടെ പാട്ടും പാടി മുൻപോട്ട് പോയ ഇസ്രായേൽ മക്കൾക്ക് അടുത്തതായി നേരിടേണ്ടി വന്നത് കുടിവെള്ളമില്ലാത്ത ഭയാനകമായ അവസ്ഥയായിരുന്നു. ആ നിരാശാജനകമായ സ്ഥിതിയിൽ അവർക്ക് ആശയ്ക്ക് വക നൽകിയത് മാറ എന്ന ജലസ്രോതസ്സായിരുന്നു. ആവേശത്തോടെ ഓടിച്ചെന്ന് മാറയിലെ വെള്ളം കുടിക്കുവാൻ തുടങ്ങിയപ്പോഴല്ലേ സംഗതി മനസ്സിലായത് വെള്ളം കഴിച്ചിട്ടിറക്കുവാൻ വയ്യാത്ത അവസ്ഥ. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേൽ ജനം പിറുപിറുക്കുവാൻ ആരംഭിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് മോശ ഒരു മരക്കൊമ്പ് വെട്ടി മാറായിലെ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ വെള്ളം മധുരമായി മാറി. എത്ര വലിയ അത്ഭുതം! ദാഹം തീരുന്നത് വരെ എല്ലാവരും വെള്ളം കുടിച്ചു യാത്ര തുടർന്നു. ഇത്തരം സംഭവങ്ങൾ വായിക്കുമ്പോൾ പലരുടെയും മനസ്സിൽ സ്വാഭാവികമായി പല ചോദ്യങ്ങളും ഉയർന്നു വന്നേക്കാം. ഒരു അത്ഭുതം പ്രവർത്തിക്കുവാനാണെങ്കിൽ എന്തിനാണ് ഒരു മരക്കൊമ്പ് വെട്ടി വെള്ളത്തിലിടുവാൻ ദൈവം മോശയോട് കൽപ്പിച്ചത്? ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? ഒരു വലിയ പാഠം ആ ജനത്തെ പഠിപ്പിക്കുവാനായിരുന്നു ദൈവം അങ്ങനെ ചെയ്തത്. ബൈബിളിൽ ഉടനീളം വരുവാനിരിക്കുന്ന മിശിഹായെ
അതായത് രക്ഷകനെ സൂചിപ്പിക്കുന്ന ധാരാളം അടയാളങ്ങളും നിഴലുകളും കാണുവാൻ കഴിയും. ഇവിടെയും അത്തരത്തിലൊന്നുണ്ട്. ഈ മരക്കൊമ്പ് പ്രതിനിധീകരിക്കുന്നത് ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെയാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി മരത്തിൽ തൂക്കപ്പെട്ട ക്രിസ്തുവിനെ. നിങ്ങളുടെ ജീവിതത്തിലെ മാറായ്ക്ക് തുല്യമായ കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിൽ ക്രിസ്തുവിനെ ആശ്രയിക്കുമെങ്കിൽ അവിടുന്ന് സകലത്തെയും മധുരമായി മാറ്റുവാൻ മതിയായവനാണ്. യേശുവിലുള്ള വിശ്വാസമാണ് ഒരു വിശ്വാസിയുടെ മാറാകളെ മധുരമാക്കുന്നത്. ഓരോ മാറായ്ക്ക് ശേഷവും എലീം എന്ന മനോഹര അനുഭവമുണ്ട്. കാരണം അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഓരോ മാറായും ഒരു ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ച് ദൈവിക സാന്നിധ്യവും അനുഗ്രഹവും കൂടുതലായി ലഭിക്കുവാനുള്ള മുഖാന്തരമാണെന്ന് വിശദീകരിക്കുന്നതാണ് 15-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം. അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയതെന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേലിരുന്നവരെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എൻ്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എൻ്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന് അവൻ്റെ നാമം. ഈ പാട്ട് സന്തോഷത്തിൻ്റെ പാട്ടാണ്. അവർ ഇപ്പോൾ താല്പര്യത്തോടെ പാടുകയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ചെങ്കടലിൻ്റെ മറുകരയിൽ നെടുവീർപ്പിട്ടതും തങ്ങൾക്ക് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകണമെന്ന് മുറവിളി കൂട്ടിയതും, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാതിരുന്നിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കുവാൻ കൊണ്ടുവന്നത് എന്ന് മോശയോട് പരിഭവം പറഞ്ഞതും ഈ കൂട്ടർ തന്നെയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് 1 കൊരിന്ത്യർ 10:11, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയും ഇരിക്കുന്നു. എത്ര ക്ലിയറാണല്ലേ? നമ്മെ ഒരു പ്രധാനപ്പെട്ട സത്യം പഠിപ്പിക്കുവാൻ ദൈവം ഈ പറഞ്ഞ അനുഭവത്തെ ഉപയോഗപ്പെടുത്തുന്നു. അതേ അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ 10:1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ സ്നാനമേറ്റ് മോശയോട് ചേർന്നത്? അത് വെള്ളത്താലായിരിക്കുവാൻ സാധ്യമല്ല. കാരണം ഉണങ്ങിയ നിലത്തു കൂടിയാണ് അവർ സമുദ്രം കടന്നത്. ഒരു തുള്ളി വെള്ളം പോലും അവരുടെ മേൽ വീണതുമില്ല. വെള്ളത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ മിസ്രൈമ്യരെ നോക്കിയാൽ മതി. വാസ്തവത്തിൽ അവരാണ് വെള്ളത്തിൽ മുങ്ങിയവർ. പിന്നെ ഇവിടെ ഇസ്രായേൽ ജനം മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥമെന്താണ്? അതെ, അവർ മോശയോട് താതാത്മ്യം പ്രാപിച്ചു, ഏകീഭവിക്കപ്പെട്ടു. അതാണ് അതിൻ്റെ അർത്ഥം. സ്നാനത്തിൻ്റെ പ്രഥമമായ അർത്ഥം ഈ താതാത്മ്യപ്പെടലാണ്, ഏകീഭവിക്കൽ എന്ന് നാം പറയും. സ്നാനത്തിൻ്റെ ആചാരം ജലസ്നാനമാണ്. അത് പ്രാധാന്യമർഹിക്കുന്നത് തന്നെയാണ്. എന്നാൽ അത് യഥാർത്ഥ സ്നാനമായ നമ്മെ ക്രിസ്തുവിനോട് ഏകീഭവിപ്പിക്കുകയും നമ്മെ ക്രിസ്തുവിലാക്കി തീർക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തെ കുറിക്കുന്നതാണ്. ഇവിടെ എപ്രകാരമാണ് ഇസ്രായേൽ ജനം മോശയോട് ചേരുവാൻ സ്നാനമേറ്റത്? കടലിൻ്റെ ഒരു വശത്ത് നിന്നുകൊണ്ട് അവർ പരാതി പറയുകയായിരുന്നു. അവർ മറുകര കടന്നപ്പോൾ മോശയുടെ ഗീതം പാടി. അവർ മോശയോട് ഏകീഭാവമുള്ളവരായിത്തീർന്നു. അവനിൽ കൂടിയാണ് അവർ വിടുവിക്കപ്പെട്ടത്. നാം വായിക്കുന്നു എബ്രായ ലേഖനത്തിൽ, വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു, അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി എന്ന്. വിശ്വാസത്താലാണ് ഇസ്രായേല്യർ ചെങ്കടൽ കടന്നത്. അത് ആരുടെ വിശ്വാസമായിരുന്നു? ഇസ്രായേൽ മക്കൾക്ക് അവർ അക്കരെ ചെന്ന് ചേരുന്നത് വരെയും യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു. അതിനാൽ ആ വിശ്വാസം ഇസ്രായേൽ മക്കളുടെ വിശ്വാസമായിരുന്നില്ല. അവർ മോശയോട് ഏകീഭാവമുള്ളവരായിത്തീർന്നു. അത് മോശയുടെ വിശ്വാസമായിരുന്നു. മോശയായിരുന്നു ചെങ്കടലിനെ അടിച്ചത്. മോശയായിരുന്നു അവരെ നയിച്ചത്. അവർ മറുകര ചെന്ന് ചേർന്നപ്പോൾ മോശയായിരുന്നു വിടുതലിൻ്റെ പാട്ട് ആരംഭിച്ചത്. ഇപ്പോൾ അവർ ദൈവത്തിൻ്റെ രക്ഷ കണ്ടെത്തിയിരിക്കുന്നു. അവർ മോശയോട് ഏകീഭവിച്ചിരുന്നു. മോശയോട് ചേരുവാൻ സ്നാനപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷയ്ക്കായി വിശ്വസിക്കുമ്പോൾ
ഇത് തന്നെയാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ഈ ലോകമാകുന്ന മിസ്രൈമിലെ അടിമത്വത്തിൽ നിന്നും, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവൻ യേശുക്രിസ്തുവാണ്. അവൻ നമ്മെ ചെങ്കടലിൽ കൂടെ നടത്തും. അതവൻ്റെ വിടുതലും അവൻ്റെ രക്ഷയും വീണ്ടെടുപ്പുമാണ്. അവന് വേണ്ടി വീണ്ടെടുപ്പിൻ്റെ ഗാനം ആലപിക്കുവാൻ കഴിയുന്ന സ്ഥാനത്ത് അവൻ നമ്മെ എത്തിക്കും. അങ്ങനെ നാം അവനോട് ചേരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 1 കൊരിന്ത്യർ 12:13. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. നമ്മെ ക്രിസ്തുവിനോട് യോജിപ്പിക്കുകയും അവനോടുകൂടെ ഒന്നാക്കി തീർക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അവനോട് ചേരുന്നത് മനോഹരമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ അവനോട് ഏകീഭവിക്കുന്ന, അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേരുന്ന ആ പ്രക്രിയ പരിശുദ്ധാത്മ സ്നാനത്താലാണ് സംഭവിക്കുന്നത്. തൻ്റെ രക്ഷയുടെ ഉറപ്പിനെക്കുറിച്ചൊരു യുവതി ഇപ്രകാരം പറഞ്ഞു: യാതൊരുത്തർക്കും എന്നെ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കളയുവാൻ കഴിയുകയില്ല. ഇത് കേട്ട ആരോ അവളോട് ചോദിച്ചു, നീ ഒരുപക്ഷെ അവൻ്റെ വിരലിൻ്റെ ഇടയിൽ കൂടി അങ്ങ് ചോർന്നു പോയെങ്കിലോ? അവളുടെ മറുപടി, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ അവൻ്റെ വിരലുകൾക്കിടയിൽ കൂടി ചോർന്നു പോകുകയില്ല, കാരണം ഞാൻ അവൻ്റെ വിരലുകളിൽ ഒന്നാണ്. അതുതന്നെയാണ് വാസ്തവം. നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായിത്തീരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അവനോട് യോജിപ്പിക്കുന്നു. എത്ര മനോഹരമായ വീണ്ടെടുപ്പാണ് നമുക്ക് ക്രിസ്തുവിലൂടെ ലഭിച്ചിട്ടുള്ളത്. ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത് നമുക്ക് ദൃഷ്ടാന്തമായിരുന്നു. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെയും നാം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു എന്നതിൻ്റെയും ചിത്രമാണ് ഈ പറഞ്ഞത്. മോശയും ഇസ്രായേൽ മക്കളും പാടിയ വീണ്ടെടുപ്പിൻ്റെ ഗാനത്തെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ദെബോരയുടെയും ബാരാക്കിൻ്റെയും പാട്ടുകളോട് സാമ്യപ്പെടുത്താവുന്നതാണ്. ബൈബിളിൽ അനവധി പാട്ടുകളുണ്ട്. സങ്കീർത്തനങ്ങളിൽ കാണുന്ന അനവധി പാട്ടുകളും ദാവീദ് രചിച്ച് പാടിയിട്ടുള്ളവയാണ്. ദാവീദിൻ്റെ കീർത്തനങ്ങൾ ശ്രേഷ്ഠമായ ഗീതങ്ങളാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇരമ്യാവിന് പോലും ഒരു പാട്ടുണ്ടായിരുന്നു. പലപ്പോഴും അവ വിലാപങ്ങളായിരുന്നെങ്കിലും അത് പാട്ടായിരുന്നു. മറ്റ് പ്രവാചകന്മാർക്കും പഴയ നിയമത്തിൽ ആദ്യവസാനം വരെ ഗീതങ്ങൾ ഉണ്ടായിരുന്നതായി നാം കാണുന്നു. പുതിയ നിയമത്തിലും നമുക്ക് ധാരാളം ഗീതങ്ങൾ കാണാം. വൈദ്യനായ ലൂക്കോസ് അവയിൽ പലതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തനിക്ക് കുട്ടിയുണ്ടാകുവാൻ പോകുന്നു എന്ന ദൂത് കേട്ടപ്പോൾ എലിസബത്ത്, അതായത് സ്നാപക യോഹന്നാൻ്റെ അമ്മ, പാടിയ പാട്ടുണ്ട്. താൻ യേശുക്രിസ്തുവിൻ്റെ അമ്മയാകുവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ മറിയം ഒരു പാട്ട് പാടി. മറ്റ് ശ്രേഷ്ഠമായ ഗീതങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്നതാണ്. അവസാനം വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വലിയ സമൂഹം ദൈവസിംഹാസനത്തിന് ചുറ്റും നിന്നൊരു പുതിയ പാട്ട് പാടുന്നത് കാണുമ്പോൾ നമുക്ക് സ്വർഗത്തിൻ്റെ ഒരു ചിത്രമാണ് ലഭിക്കുന്നത്. അവിടെ ആയിരിക്കാം ഒരുപക്ഷെ പലർക്കും ആദ്യമായി പാടുവാൻ അവസരം ലഭിക്കുന്നത്, അല്ലെങ്കിൽ പാടുവാൻ കഴിയുന്നത്. ഇന്ന് ശരിയായി പാടുവാൻ കഴിയാത്തവർക്കൊരു പുതിയ ശരീരവും പുതിയ ശബ്ദവും ലഭിക്കുന്നത് കൊണ്ട് അന്ന് അവർക്ക് പുതിയ പാട്ട് പാടുവാൻ കഴിയും എന്നത്രയും ഞാൻ ചിന്തിക്കുന്നത്. മോശയുടെ ഈ ഗീതം ശ്രദ്ധിക്കേണ്ടതാണ്. യഹോവ യുദ്ധവീരനാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ അവൻ ഭൂമിയിൽ വന്ന് സകല അനീതിയും നീക്കിക്കളയുന്നതായി നാം കാണുന്നു. അതുവരെയും ഭൂമിയിൽ സമാധാനമുണ്ടായിരിക്കുകയില്ല. വിശുദ്ധ മത്തായി 10-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്, സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത് എന്ന് കർത്താവ് പറഞ്ഞു. ഇത് കർത്താവിൻ്റെ ഭൂമിയിലെ 1-ാമത്തെ വരവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് 2ാമത് ഭൂമിയിൽ വരുമ്പോൾ വാൾ കൊണ്ട് സമാധാനമുണ്ടാക്കും. ഇപ്രകാരം മാത്രമേ ഭൂമിയിൽ നിന്ന് അനീതി പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. മോശയുടെയും ഇസ്രായേൽ മക്കളുടെയും ഈ ഗീതത്തിൽ ചെങ്കടൽ കടക്കുമ്പോൾ അവർക്കുണ്ടായ മനോഹരമായ അനുഭവം ഓർക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ദൈവം തങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നത് തങ്ങളുടെ അനുഭവത്തിൽ നിന്ന് അവർ ഗാനമായി കോറിയിടുകയാണ്. അത് അവർക്ക് മറക്കുവാൻ കഴിയാത്ത കാര്യമായിരുന്നു. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 15-ന്റെ 4 മുതൽ ഫറവോൻ്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു. അവൻ്റെ രഥിപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി.
ആഴി അവരെ മൂടി, അവർ കല്ലുപോലെ ആഴത്തിൽ താണു. യഹോവേ, നിൻ്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. യഹോവേ, നിൻ്റെ വലങ്കൈ ശത്രുവിനെ തകർത്ത് കളഞ്ഞു. ഇസ്രായേൽ ജനം തങ്ങളുടെ വിടുതലിനെ ആഘോഷിക്കുകയാണ്. അതിശക്തരായ മിസ്രൈമിൽ നിന്ന് അവർക്ക് അതിശയകരമായ വിടുതൽ ലഭിച്ചിരിക്കുന്നു. മിസ്രൈമ്യരും അവർക്ക് ലോകം, അടിമത്തം, നിരാശ, നിസ്സഹായത മുതലായവയുടെ പ്രതീകങ്ങളായിരുന്നു. ഇപ്പോൾ അവർ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. അതാണ് അവരുടെ ഗീതത്തിൻ്റെ സംക്ഷിപ്തമായ ആശയം. വിഗ്രഹാരാധനയുടെ ദേശത്തു നിന്നാണ് അവർ പുറപ്പെട്ടു വന്നിരിക്കുന്നത്. ഓരോ ബാധയും മിസ്രൈമിലെ ഓരോ ദേവന്മാർക്കെതിരെയുള്ള ന്യായവിധിയായിരുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവർ വർണ്ണിക്കുന്നത് ശ്രദ്ധിക്കുക. 7 മുതൽ 11 വരെ. നീ എതിരാളികളെ മഹാപ്രഭാവത്താൽ സംഹരിക്കുന്നു. നീ നിൻ്റെ ക്രോധം അയക്കുന്നു, അതവരെ താളടിയെപ്പോലെ ദഹിപ്പിക്കുന്നു. നിൻ്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു, ആഴങ്ങൾ കടലിൻ്റെ ഉള്ളിൽ ഉറച്ചുപോയി. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എൻ്റെ വാൾ ഊരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. നിൻ്റെ കാറ്റിനെ നീ ഊതിച്ചു, കടൽ അവരെ മൂടി. അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ. വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആർ. എത്ര മനോഹരമല്ലേ? അവർ കൺമുൻപിൽ കണ്ടതും അവർ അനുഭവിച്ചതുമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ മഹാശക്തിയെക്കുറിച്ച് അവർക്ക് ബോധം വരുത്തുവാൻ കാരണമായി. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തെ അവർ ഇപ്പോൾ സംശയലേശമെന്നെ സ്തുതിക്കുകയാണ്. 12ഉം 13ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, നീ വലങ്കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി. നിൻ്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിൻ്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു. ഇസ്രായേൽ വീണ്ടെടുക്കപ്പെട്ട ജാതിയാണ്. ആദ്യമായി അവരുടെ വീണ്ടെടുപ്പ് സാധിക്കേണ്ടിയിരുന്നു. ഇന്നും ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതുതന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി കാൽവരി ക്രൂശിൽ നിവർത്തിച്ച രക്ഷയെ നിങ്ങൾ അംഗീകരിക്കുകയും നിങ്ങൾ വീണ്ടെടുപ്പ് പ്രാപിക്കുകയും ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ എന്തെങ്കിലും അവന് വേണ്ടി ചെയ്യുവാൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. നീ നിന്നെ തന്നെ തെളിയിച്ചാൽ, ഒരു ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേർന്നാൽ, നിൻ്റെ മുഖമൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി നല്ലവനായി പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ നിൻ്റെ നല്ല അയൽക്കാരനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നല്ല ദൈവം നമ്മോട് പറയുന്നത്. ലോകത്തിൽ നിന്ന് യാതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവം പറയുന്നത്, നിനക്ക് വേണ്ടി മരിച്ച എൻ്റെ പുത്രനോട് നീ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് നമ്മോട് ചോദിക്കുന്നത്. അധപ്പതിച്ച ലോകത്തോട് ദൈവം ചോദിക്കുന്നത് അതാണ്. 13-ാം വാക്യം ഒന്നുകൂടി ശ്രദ്ധിച്ചു വായിക്കുക. അവർ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചേർന്നു എന്ന് തോന്നിക്കുന്ന വാക്കുകളാണിത്. ദൈവം അവരെ അവിടേക്ക് കൊണ്ടുപോവുകയായതിനാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവർ വാഗ്ദത്ത നാട്ടിലായിരുന്നു. അടിമത്തത്തിൽ നിന്നും വെളിയിൽ വന്ന ഈ ജനം ദൈവം ആഗ്രഹിച്ച നാട്ടിലായി എന്നാണ് ഇവിടുത്തെ അർത്ഥം. 14 മുതൽ നാം വായിക്കുന്നത്, ജാതികൾ കേട്ട് നടുങ്ങുന്നു, ഫെലിസ്ത്യ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു. ഏദോമ്യ പ്രഭുക്കന്മാർ ഭ്രമിച്ചു, മോവാബ്യ മുമ്പന്മാർക്ക് കമ്പം പിടിച്ചു. കനാന്യ നിവാസികളെല്ലാം ഉരുകിപ്പോകുന്നു, ഭയവും ഭീതിയും അവരുടെ മേൽ വീണു. നിൻ ഭുജമാഹാത്മ്യത്താൽ അവർ കല്ലുപോലെയായി. അങ്ങനെ യഹോവേ, നിൻ്റെ ജനം കടന്നു, നീ സമ്പാദിച്ച ജനം കടന്നുപോയി. നീ അവരെ കൊണ്ടുചെന്ന് തിരുനിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത്, യഹോവേ, നിൻ്റെ അവകാശ പർവ്വതത്തിൽ നീ അവരെ നട്ടു. കർത്താവെ, തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിങ്കൽ തന്നെ. ഏദോമ്യർ, മോവാബ്യർ, കനാന്യർ തുടങ്ങിയ ജാതികളെല്ലാം യഹോവയുടെ വിടുതലിൻ്റെ ശക്തി കണ്ട് ഭ്രമിച്ചുപോയി എന്നാണ് പാടുന്നത്. തുടർന്ന് ദൈവം ഇസ്രായേല്യരെ അവർക്കായി ഒരുക്കിയ സ്ഥലത്ത് നട്ടു എന്ന് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. 18-ാം വാക്യം 18-19, യഹോവ എന്നുമെന്നേക്കും രാജാവായി വാഴും. എന്നാൽ ഫറവോൻ്റെ കുതിര അവൻ്റെ രഥവും കുതിരപ്പടയുമായി കടലിൻ്റെ നടുവിൽ ഇറങ്ങിച്ചെന്നപ്പോൾ യഹോവ കടലിലെ വെള്ളം അവരുടെ മേൽ മടക്കി വരുത്തി. ഇസ്രായേൽ മക്കളോ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോന്നു. പിന്നീട് അങ്ങോട്ട് ഇസ്രായേൽ മക്കൾ ഈ ചരിത്ര സംഭവത്തെ തലമുറകളോളം ഓർക്കുവാൻ കഴിയുന്ന തരത്തിൽ മനോഹരമായൊരു ഗാനമായി അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവതരിപ്പിക്കുന്നു. 20-21 വാക്യങ്ങളിൽ
അഹ്റോൻ്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. മിരിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ടുപാടുവീൻ, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. ഓർക്കുന്നില്ലേ, മോശ ശിശുവായിരുന്നപ്പോൾ നാം കണ്ടുമുട്ടിയ ആ പെൺകുട്ടി, മോശയുടെ മൂത്ത സഹോദരി മിരിയാം. ഇപ്പോൾ ഇതാ വാദ്യഘോഷത്തോടെ യഹോവയെ സ്തുതിക്കുന്നതിന് അവൾ നേതൃത്വം നൽകുന്നു. ദൈവത്തിൻ്റെ വിടുതലിനെ ഓർത്ത് അവർ പാടിയ നന്ദിയുടെയും സ്തോത്രത്തിൻ്റെയും ഗീതം ഇവിടെ അവസാനിക്കുകയാണ്. ഇസ്രായേൽ ജനം ഇപ്പോൾ കടലിൻ്റെ മറുകരയിലാണ്, ചെങ്കടലിൻ്റെ മറുകരയിൽ. അവർക്ക് സ്തുതിയുടെയും ഗീതത്തിൻ്റെയും നല്ല സമയമായിരുന്നു. അവർ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. ഇനിയും മുൻപോട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിരിക്കയില്ല എന്നും ശത്രുവൊക്കെ നശിച്ചുവെന്നും അവർ എല്ലാവിധത്തിലുമുള്ള പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കപ്പെട്ടുവെന്നും ജീവിതം ഇനി ഭൂമത്തയുടെ അനുഭവം ആയിരിക്കുമെന്ന് ഒരുപക്ഷെ അവർ ചിന്തിച്ചിരിക്കാം. സ്വാഭാവികം. അവർ മരുഭൂമിയിൽ 3 ദിവസത്തെ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞിരുന്നു. അവർക്കെന്ത് സംഭവിച്ചു? അവർക്ക് ദാഹിച്ചു. പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി കാര്യങ്ങൾ നീങ്ങുവാൻ ആരംഭിക്കുകയാണ്. ലക്ഷക്കണക്കിന് വരുന്ന ജനം മരുഭൂമിയിൽ ആദ്യത്തെ പ്രതിസന്ധി നേരിടുന്നു. ഇപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയെ അനുഭവിച്ച, അവനെ സ്തുതിച്ചവർ, അവർ തന്നെ അധികം വൈകാതെ പിറുപിറുക്കുന്നതാണ് നാം കാണുന്നത്. പലപ്പോഴും നമുക്കും അങ്ങനെ തന്നെയാണല്ലോ. പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ വരുന്നു വേറെ 100 കൂട്ടം പ്രശ്നങ്ങൾ. 22-ാം വാക്യത്തിൽ നാം കാണുന്നത്, അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മിസ്രൈമിൽ അവർ ഒരിക്കലും ജലക്ഷാമം അനുഭവിച്ചിട്ടില്ല. മിസ്രൈമിൽ വെള്ളം സുലഭമായി ഉണ്ടായിരുന്നതിനാൽ അത് സമൃദ്ധിയുടെ ദേശമായിരുന്നു, വെള്ളത്തിന് പഞ്ഞമില്ലായിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നപ്പോൾ വ്യത്യസ്തമായ സാഹചര്യമാണ് അവർക്ക് കാണുവാൻ കഴിഞ്ഞത്. അവിടെ വെള്ളം കിട്ടുവാൻ ഒരു മാർഗവുമില്ലായിരുന്നു. മിസ്രൈമിലെ കിണറുകളൊക്കെ അവർക്ക് പഴങ്കഥയായി മാറിയിരിക്കുന്നു. അവർക്ക് ജീവനീരിൻ്റെ ഉറവ കാണുവാൻ കഴിഞ്ഞില്ല. ഏതൊരു വീണ്ടും ജനനം പ്രാപിച്ച ദൈവവൈതലിൻ്റെയും അനുഭവം ഇതുതന്നെയാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം വിശ്വാസിക്ക് മിസ്രൈമിലെ കിണറുകൾ സംതൃപ്തി നൽകുന്നവയല്ലെന്ന് മനസ്സിലാകും. അവർക്ക് ആത്മദാഹമുണ്ട് താനും. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന കാലഘട്ടം അതാണ്. അവിടെ വായിക്കുന്നത്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. തുടർന്ന് അതേ അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും. വീണ്ടെടുപ്പ് പ്രാപിച്ചതിന് ശേഷമുള്ളൊരു ദൈവപൈതലിൻ്റെ അനുഭവം ഈ പറഞ്ഞതാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ജീവിതം മരുഭൂയാത്രയ്ക്ക് സമാനമാണ്. നമുക്ക് ദാഹമുണ്ടാകും. എന്നാൽ മിസ്രൈമിലെ കിണറുകൾക്കൊന്നിനും നിങ്ങളുടെ ദാഹം ശമിപ്പിക്കുവാൻ കഴിയുകയില്ല. യോഹന്നാൻ 7:37 ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് കർത്താവ് പ്രഖ്യാപിച്ചു. വിശ്വാസിയുടെ ആത്മദാഹം ശമിപ്പിക്കുവാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ്. അവൻ്റെ അടുക്കൽ വരുന്നത് എത്രയോ മനോഹരമായ കാര്യമാണ്. ഇസ്രായേൽ മക്കൾ ആദ്യം ദാഹത്താൽ വലഞ്ഞ വെള്ളമില്ലാത്ത അവസ്ഥയിലൂടെ മരുഭൂമിയിൽ കടന്നുപോയി. എന്നാൽ ദൈവം ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് അവർക്കായി കരുതി. തൻ്റെ നടത്തിപ്പിൻ്റെ മാധുര്യം അവർ അനുഭവിച്ചറിയാൻ തുടങ്ങുകയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും അനുഭവിക്കുവാൻ സാധിക്കുന്നത്, ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലും നാം അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതാണ് ഏറ്റവും മഹത്തായ അനുഭവം. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരം ദൈവത്തെ അനുഭവിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അവസാനിക്കുന്നില്ല. മറിച്ചവ കൂടുതൽ ആഴത്തിൽ അറിയുവാനും അവനിൽ ആശ്രയിക്കുവാനും വിശ്വാസത്തെ പക്വതയിലേക്ക് നയിക്കാനുമുള്ള അവസരങ്ങളായി മാറുന്നു. ദൈവത്തിൻ്റെ ജീവിതത്തിലെ മരുഭൂമിയുടെ അവസ്ഥ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം നമ്മിൽ ജനിപ്പിക്കുവാനാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു എന്നത്രേ. മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ
ഒരു ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു.